ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ അനിരുദ്ധ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനന്യയെ ധരിപ്പിക്കുകയാണ്. അനന്യ, നീ ഇനിയെങ്കിലും യാഥാർത്ഥ്യമൊക്കെ ഒന്ന് മനസ്സിലാക്കണം. സങ്കടപ്പെട്ട് നിന്നിട്ട് എന്തേലും ഒരു പ്രയോജനം ഉണ്ടോ? കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അവളുടെ അച്ഛൻ തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ, ഇല്ല അനിരുദ്ധ് എന്തൊക്കെ പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല. അവളെ എൻ്റെ മോളാണ്. എൻ്റെ മാറിൽ ചൂടേറ്റിട്ടാണ് എൻ്റെ കുഞ്ഞ് എല്ലാ ദിവസവും ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ വെക്കുകയാണ്. അനിരുദ്ധ് തന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ സരസ്വതി അമ്മയുടെ ഒരു നിലവിളി ശബ്ദമാണ് കേൾക്കുന്നത്. സരസ്വതി അമ്മയാണെങ്കിൽ, മോനെ അനിരുദ്ധേ, അനന്യെ, നിങ്ങൾ രണ്ടുപേരും ഓടി വായോ എന്ന് പറഞ്ഞു കിടന്ന് അയ്യോ കെട്ടുമ്പോഴത്തേക്കിനും അനിരുദ്ധും അനന്യയും ഒക്കെ പേടിച്ച് ഓടി അങ്ങ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ സുമിത്ര ബോധം കെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സുമിത്രയ്ക്ക് അറിയാം. അപ്പം ഇതിനു മുന്നേ വലിയൊരു ഷോക്കിലൂടെ സുമിത്ര കടന്നു പോകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ നമ്മുടെ അനിരുദ്ധിനുണ്ട്. അനിരുദ്ധ് ഡോക്ടറാണല്ലോ, അനന്യയും ഡോക്ടറാണ്. അങ്ങനെ അവർ സമയോചിതമായിട്ട് ഇടപെടുകയാണ്. നമ്മുടെ സുമിത്രയെ അവർ രണ്ടുപേരും താങ്ങിയെടുത്തു. അപ്പോൾ പൾസൊക്കെ നോക്കുമ്പോഴത്തേക്കിനും BP ലോ ആയതുപോലെയൊക്കെ തോന്നുകയാണ്. അങ്ങനെ അവർ നേരെ സുമിത്രയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് സ്വരമോളെയാണ്. അപ്പോൾ സ്വരമോളാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ പ്രതീക്ഷയുമായിട്ട് അടുക്കുന്നേ ഇല്ല. അങ്ങനെ പ്രതീക്ഷന് ദേഷ്യം വരുവാണ്. എനിക്ക് എൻ്റെ മമ്മിയെയും ഡാഡിയെയും ഒക്കെ കാണണമെന്ന് കുഞ്ഞ് വീണ്ടും ഇങ്ങനെ ആവശ്യപ്പെടുമ്പോഴത്തേക്കിനും പ്രതീക്ഷ ആണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ ആ ഒരു സ്വഭാവം അറിയാലോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രതീക്ഷ ദേഷ്യപ്പെട്ടു. അതേ, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാൻ തന്നെയാ, മര്യാദക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ കേട്ട് ഇവിടെ നിന്നോണമെന്നും പറഞ്ഞ് പ്രതീക്ഷ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അങ്ങനെ കുഞ്ഞിന് ശരിക്കും പേടിയായി. ആ ഒരു സമയത്താണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ ആശുപത്രിയിലേക്ക് സുമിത്രയും താങ്ങിയെടുത്ത് നമ്മുടെ പൂജയും അതുപോലെ തന്നെ അനിരുദ്ധും അനന്യയും ഒക്കെ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. പൂജയാണെങ്കിൽ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് സുമിത്ര ഇങ്ങനെ കുലുക്കി വിളിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ സുമിത്രയ്ക്ക് പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നുമില്ല. അങ്ങനെ ഇവർ ശരിക്കും ടെൻഷൻ അടിച്ച് ഒരുവിധം ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ വെച്ചാണെങ്കിലോ നമ്മുടെ സുമിത്രയെ നേരെ സ്ട്രക്ചറിൽ കയറ്റിയിട്ട് അവരങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ മിക്കവാറും കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയത് എന്നൊക്കെ വിചാരിച്ച് അനിരുദ്ധ് ഭയങ്കര സങ്കടത്തിലിരിക്കുക. അപ്പം സരസ്വതി അമ്മയുണ്ട് കേട്ടോ ഇവരുടെ കൂടെ. സരസ്വതി അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ആ പ്രതീക്ഷ ഒറ്റൊരുത്തം കാരണമാണ് സുമിത്ര ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയത്. കൊച്ചിനെ കാണാത്ത ആ ഒരു ടെൻഷനൊക്കെ സുമിത്രയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഒന്ന് ആശ്വാസം കണ്ടു വരുമായിരുന്നു. ശീതളിൻ്റെ ജീവിതത്തിൽ ഇപ്പം നല്ല സന്തോഷമാണല്ലോ. അതും നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യവും പ്രതീക്ഷ ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യമൊക്കെ ആലോചിച്ച് സുമിത്രയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ളൊരു ദുരന്തം ഉണ്ടായത്. ഈ പ്രതീക്ഷനെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ അവിടെ കിടന്ന് പെറുപെറുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനിരുദ്ധ് പറഞ്ഞു, അച്ഛമ്മ ദയവ് ചെയ്ത് ഒന്നും മിണ്ടാതെ ഇരിക്കുക. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് പോയി തിരക്കട്ടെ എന്നും പറഞ്ഞ് അവൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സുമിത്രയ്ക്കാണെങ്കിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് സീരിയസ് ആയ രീതിയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. ഇത് കണ്ടതും അനിരുദ്ധ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പം ഒരുപാട് പേടിക്കാനില്ല, എന്നാലും സുമിത്രയ്ക്ക് എന്തൊക്കെയോ തകരാറുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പിന്നീടാണെങ്കിലോ നമ്മുടെ പ്രതീഷ് കൊച്ചിനോട് സംസാരിച്ചു. മോളെ, ഞാൻ പറയുന്നത് കേക്ക്. നീ ഇന്ന് വന്നിട്ട് ഒരു ഭക്ഷണവും കഴിച്ചില്ലല്ലോ, ഞാൻ വാരിത്തരാം. മോള് അച്ഛൻ പറയുന്നത് കേക്ക്. ഇല്ല, ഇതെൻ്റെ അച്ഛനൊന്നും അല്ല, എൻ്റെ ഡാഡിയാ എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കൊച്ചാണെങ്കിൽ പ്രതീഷിനോട് തല്ലുകൂടുകയാണ്. അവസാനം പ്രതീഷിന് വീണ്ടും ദേഷ്യം വന്നു.
അങ്ങനെ പ്രതീക്ഷ ആണെങ്കിലോ നിന്നോട് ഞാൻ പറഞ്ഞു മര്യാദക്ക് ഞാൻ പറയുന്നതൊക്കെ കേട്ടോണോന്നും പറഞ്ഞ് പ്രതീക്ഷ ദേഷ്യപ്പെട്ടു. അങ്ങനെ പ്രതീക്ഷ അപ്പുറത്തെ റൂമിലേക്ക് പോവുക. അപ്പൊ പ്രതീക്ഷ നല്ല സങ്കടമൊക്കെ ഉണ്ട്. തൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ. അങ്ങനെ പ്രതീക്ഷ ഈ ഒരു ദേഷ്യത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. നമ്മുടെ സ്വരമോളാണെങ്കിൽ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടു. അങ്ങനെ കുഞ്ഞ് അതുവഴി ഇറങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ പ്രതീക്ഷ അവിടെയൊക്കെ കുഞ്ഞിനെ തിരയുന്ന സമയത്താണെങ്കിലും സ്വരമോളെ എന്ന് വിളിച്ച് ആ വീട് മുഴുവനും തെരഞ്ഞു നടക്കുകയാണ്. പക്ഷേ കൊച്ചാണെങ്കിൽ ആ സമയത്ത് ഗേറ്റ് കടന്ന് റോഡിലേക്ക് പോയി. അങ്ങനെ റോഡ് സൈഡിലുള്ളൊരു വീടാണ്. അപ്പൊ കുഞ്ഞ് പോയതിന് പിന്നാലെ പ്രതീക്ഷ സ്വരമോളെ എന്ന് വിളിച്ച് കുഞ്ഞിനെ തെരഞ്ഞ് കാറും ഒക്കെ എടുത്ത് പോരുകയാണ്. എന്നാലും കൊച്ചിന് പ്രതീക്ഷ കിട്ടുന്നേയില്ല. അങ്ങനെ കുഞ്ഞു പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ കൊച്ചിന് വഴിയൊന്നും അറിയില്ലല്ലോ. കൊച്ചു എവിടേക്കാണ് പോവേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നും കൊച്ചിന് പ്രത്യേകിച്ച് നിശ്ചയമൊന്നുമില്ല. അങ്ങനെ കുഞ്ഞു വഴി അറിയാതെ കാണുന്ന വഴി കൂടെയൊക്കെ ഓടിപ്പോകുമ്പോഴത്തേക്കിനും കുഞ്ഞിനെ കുറച്ച് ഓട്ടോക്കാർ ചേർന്ന് ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ്. അപ്പം അവരുടെ കയ്യും ഒക്കെ തട്ടി നമ്മുടെ കുഞ്ഞ് വീണ്ടും ഓടുക. അവിടെ വെച്ചിട്ട് നമ്മുടെ സ്വരമോൾക്കും ഒരു അപകടം സംഭവിച്ചു. ശരിക്കും പറഞ്ഞാൽ സുമിത്രയ്ക്ക് ഇതൊക്കെ എന്തോ മുൻകൂട്ടി കാണാനായിട്ടുള്ള ആ ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതാ ഇപ്പം നമ്മുടെ സ്വരമോൾക്കും അപകടം സംഭവിക്കുന്ന സമയത്താണെങ്കിലോ സുമിത്ര ആശുപത്രിയിൽ അങ്ങനെ കിടക്കുന്നു. സ്വരമോളാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്ന് നമ്മുടെ കൊച്ചിനെ കണ്ടെത്തി അവർ ആശുപത്രി കൊണ്ടുപോകാൻ പോകുമ്പോഴാണ് പ്രതീക്ഷ അങ്ങോട്ട് വണ്ടിയൊക്കെ ഓടിച്ച് വരുന്നത്. അപ്പൊ കുഞ്ഞിനെ കണ്ടതും പ്രതീക്ഷ വണ്ടി ഇത് ചാടി ഇറങ്ങി. അതിനുശേഷം മോളുടെ അടുത്ത് ചെന്നു. മോളെ സ്വരമോളെ എന്ന് വിളിച്ചിട്ട് കുഞ്ഞിനെ തട്ടിയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കൊച്ചിനും ബോധം പോയി. അങ്ങനെ കുഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിനും കുഞ്ഞിങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷ പറഞ്ഞു ഇതെൻ്റെ മോളാണ്, മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആൾക്കാരും പ്രതീക്ഷയൊക്കെ കൂടി കൊച്ചിനെ നമ്മുടെ സുമിത്ര ഉള്ള ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പം അതാ അച്ഛമ്മയും അതുപോലെ തന്നെ കൊച്ചുമോളും ഒരേ ആശുപത്രി കിടക്കയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ പ്രതീഷ് ഇവിടെ കുഞ്ഞിനെ കൊണ്ടുവന്നു. അങ്ങനെ ഇത് നമ്മുടെ അനിരുദ്ധ അറിഞ്ഞു. അനിരുദ്ധ അറിയുന്ന സമയത്താണെങ്കിൽ അനിരുദ്ധും നേരെ പോയി പ്രതീഷിൻ്റെ അടുത്ത് സംസാരിച്ചു. എന്താണ് എൻ്റെ കുഞ്ഞിന് പറ്റിയെന്ന് ചോദിച്ച് അനന്യയും പിന്നാലെ ചെല്ലുകയാണ്. അപ്പം ഇവർ ചെന്ന് പ്രതീഷിനെ എടുത്തിട്ട് അങ്ങ് കൊടയുക. നിനക്ക് എന്തായിരുന്നു? ഞങ്ങളുടെ മോള് സമാധാനമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ജീവിച്ചതാ. അതിനിടയ്ക്കാണ് നീ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നിനക്ക് എന്താ ഇതുകൊണ്ട് കിട്ടിയത് എന്നൊക്കെ അനന്യ ചോദിക്കുമ്പോഴത്തേക്കിനും എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് പ്രതീക്ഷ ശരിക്കും അങ്ങ് തകർന്ന് നിൽക്കുകയാണ്. അപ്പറയാണെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ എന്താണ് എന്നുള്ള രീതിയിൽ പ്രതീക്ഷ ചോദിച്ചപ്പോഴാണ് സുമിത്ര ICUവിൽ അഡ്മിറ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത്. അങ്ങനെ സകലതും നഷ്ടപ്പെട്ടു പ്രതീക്ഷ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും എല്ലാത്തിനും കാരണക്കാരനാണ് പ്രതീക്ഷ എന്നുള്ള രീതിയിൽ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ പറയുക, നീയാണ് നിന്റെ ഭാര്യയും കൊന്നത്. ഇപ്പതാ അമ്മയും നീ കാരണം നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. അമ്മയ്ക്കും കുറച്ച് പ്രശ്നമാണ്. കുഞ്ഞിൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെ ആയല്ലോ പ്രതീക്ഷ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയും പ്രതീക്ഷനെ ശകാരിക്കുവാണ്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു